Welcome to our Fishing Man videos. Hello guys, അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു ഫിഷ് ടാങ്ക് സെറ്റ് ചെയ്യാൻ പോവാണ്. 2 വീക്കായിട്ട് നമ്മൾ ഫൈറ്റർ കുട്ടന്മാരെ ബ്രീഡ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് കുഞ്ഞൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ കുഞ്ഞുങ്ങൾക്ക് ഇടാൻ സ്ഥലം വേണ്ടേ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ. ആദ്യം നമ്മൾ വിചാരിച്ചത് ഒരു ഫ്രിഡ്ജ് കേസ് വെച്ചുണ്ടാക്കാനായിരുന്നു. അതിനൊരു 500 rupees എന്തായാലും വരുള്ളൂ. നമുക്ക് കുറച്ച് കുറഞ്ഞത് മതിയല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ അപ്പയും കൂടി മീൻ മേടിക്കാൻ പോയി. അവിടെ ചെന്നപ്പോഴല്ല കണ്ടത് ഒരു നല്ല മീനൊക്കെ കൊണ്ടുവരുന്ന തെർമോക്കോളിന്റെ ബോക്സ്. അത് ഞങ്ങൾ പൊക്കിക്കൊണ്ട് വന്നു. 1 മിനിറ്റ് ആയിട്ട് ഞാൻ പോയിട്ട് ആ ബോക്സ് എടുത്തിട്ട് വരാമേ. എന്നെക്കാളും വലിയ ബോക്സാണ്. ഫ്രിഡ്ജിന്റെ ഒക്കെ വലുപ്പമുള്ള ഒരു കേസാണ് നമുക്ക് കിട്ടിയേക്കണേ. ഇതിലൊന്ന് പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്യാം. ഇതാണ് പ്ലാസ്റ്റിക് ഷീറ്റ്. സാധാരണ 1 കിലോയ്ക്ക് 100 രൂപയാണ് വരുന്നത്. ഇതിന് വെച്ച 40 rupees. ആദ്യം നമുക്കിത് വെട്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഇറക്കി വെക്കാം. വാ, നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നത് സെറ്റാവും. എന്നിട്ട് നമുക്ക് ബാക്കി ഈ ലെവല് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ സൈഡൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ സൈഡിലേക്ക് സെല്ലോ ടേപ്പ് വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കണം. നമ്മുടെ സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. കുറച്ചും കൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കയറ് വെച്ച് ഇത് കെട്ടാം. അപ്പൊ നമ്മൾ കയറൊക്കെ വെച്ച് നന്നായി കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം കളഞ്ഞിട്ട് വേറെ കുറച്ച് വെള്ളം ഒഴിക്കാം. ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ചെളി ഉണ്ടാവും. നമ്മളിത് സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഇവിടെയാണ് ഇതാക്കാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ നമുക്ക് കുറച്ചും കൂടി വലിയതുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ഉള്ളിലും ഫൈറ്ററിന്റെ കുഞ്ഞുങ്ങളെ തന്നെയാണ്. ബോട്ടിലിങ് ചെയ്യാനുള്ള വയസ്സൊക്കെ ആയിട്ടുണ്ട്. ഇതില് ബോട്ടിലിങ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇത് പുതിയത് നമ്മൾ വീണ്ടും അല്ലട്ടുണ്ടാക്കുന്നതാണ്. നമുക്ക് ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം നിറയ്ക്കാം. ഇത് നിറയുമ്പോഴേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ അറേഞ്ച് ചെയ്യാനുണ്ട്. അത് അറേഞ്ച് ചെയ്തിട്ട് വരാം. അപ്പൊ നമുക്ക് നന്നായി കരിഞ്ഞ വാഴയിലാണ് വേണ്ടത്. അത് ഫിഷ് ടാങ്കിലേക്ക് ഇടുമ്പോ ഇഷ്ടം പോലെ അൽഫസോറി ഉണ്ടാവും. അപ്പൊ അത് പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവും. നമ്മൾ വാഴയില പറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി വാഷ് ചെയ്തിട്ട് ഫിഷ് ടാങ്കിലേക്ക് ഇടാം.
അപ്പൊ നമ്മൾ വാഴയില നന്നായി ക്ലീൻ ആയിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ ഒരു ആൽമണ്ട് ബീഫ് ഇടുന്നത് നല്ലതാണ്. ആൽമണ്ട് ബീഫ് ഇതിലേക്ക് ഇട്ടാൽ നന്നായി വെള്ളമൊക്കെ നന്നാവും. പിന്നെ 2 ദിവസം വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളെ ഇതിലേക്ക് ഇടുന്നുള്ളൂ. ആൽമണ്ട് ലീഫിന്റെ ഇല ഇടുമ്പോൾ നന്നായി ഉണങ്ങിയ ആൽമണ്ട് ലീഫിന്റെ ഇല ആണ് ഇടാൻ. ഇതാണ് മിഠായും ബ്ലൂ. ഇത് 2 ഡ്രോപ്സ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ 2 ദിവസം കഴിഞ്ഞാൽ നമ്മൾ മീനുകളെ ഇതിലേക്ക് ഇട്ടുള്ളൂ. അപ്പൊ നമ്മൾ ടാങ്ക് സെറ്റ് ആയിട്ടുണ്ട്. ഇത് നിർമ്മിക്കാൻ 50 rupees മാത്രമേ വരുന്നുള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്കും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണം.